ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ടു അവരുടെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം സൂപ്പറായിട്ട് അവരുടെ ക്യാരക്ടേഴ്സ് അവർ ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള ഒരു ഗ്ലിംസ് നമ്മളിങ്ങനെ ട്രെയിലറിലൂടെയൊക്കെ കണ്ടു. നോ ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത് എന്നൊക്കെ കേൾക്കാം. അപ്പോൾ രണ്ടുപേരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സ്വാഗതം. യെസ് ആയിക്കോട്ടെ. ഞാൻ ആദ്യം തന്നെ ഒരു വർത്തമാനം പറഞ്ഞായിരുന്നു. ഈ പടത്തിൽ ഇപ്പോൾ ഇവിടെ ടിനി ടോമും അതുപോലെ തന്നെ മറ്റ് പിഷാരടിയും ഒക്കെ പറഞ്ഞതുപോലെ എന്നെ ഈ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ വിളിച്ചില്ല എന്നൊക്കെ. അതുപോലെ ഒരു രസകരമായ ഒരു കഥയാണ് ഈ ചിത്രത്തിൻ്റെ പിന്നിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഓരോ അരിമണിയിലും പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ടാവുമെന്ന്. അത് വളരെ സത്യമാണ്. നിമിത്തശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യത്തിൽ വിഷ്ണുവിന് ഒരു പെണ്ണിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടു. അതിൽ ഞാൻ കണ്ടു നാദിർഷയാണ് സംവിധാനം എന്ന്. അപ്പോൾ നാദിർഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കല്യാണത്തിനൊക്കെ മുന്നേ പരിചയമുള്ള ഒരാളാണ് നാദിർഷ. ഒരുപാട് വേദികളിൽ ഞങ്ങൾ ഒന്നിച്ച് പെർഫോം ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരാളാണ് നാദിർഷ. നേരത്തെ പറഞ്ഞ പോലെ സൗഹൃദങ്ങളെ എപ്പോഴും വിളിക്കുകയോ അല്ലെങ്കിൽ എപ്പോൾ കാണുമ്പോഴും മറ്റേ പഞ്ചാര വാക്കുകൾ പറയുന്ന ഒരാളെ അല്ല. പക്ഷേ ആ സൗഹൃദങ്ങൾ എപ്പോൾ വിളിച്ചാലും ഒരു അപരിചിത പോലെയല്ല, വളരെ കുറേ കാലം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ പോലെയാണ് നാദി സംസാരിക്കാറ്. മനീഷ പറയൂ എന്താണ് വിശേഷം, നമ്മൾ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുകയായിരിക്കും. ഞാൻ മനീഷയാണ് എന്നൊക്കെ. പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ മനീഷ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് നാദി സംസാരിക്കാറ്. അപ്പോൾ നാദി എടുത്ത് ഞാൻ പറഞ്ഞു, നാദി ഇത്ര പടം നാദി ചെയ്തു, ഒരു പടത്തിൽ എനിക്കൊരു വേഷം തരുമോ? ഞാനൊരു 17ഓളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ നാദിർഷേനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു വേഷം എന്ന് പറഞ്ഞപ്പോൾ നാദിർഷേൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഇതിനകത്ത് എല്ലാ കാസ്റ്റിംഗും ഒക്കെ കൺഫേം ആയായിരുന്നു, നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. പിറ്റേ ദിവസം എന്നെ നാദിർഷ വിളിച്ചു. അപ്പോഴും എനിക്ക് ഒരു ഹോപ്പും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും ചെറിയ 1-2 സീനിൽ വന്നു പോകുന്ന വേഷമായിരിക്കുമെന്ന്. പക്ഷെ അപ്പോൾ നാദി എൻ്റെ അടുത്ത് പറഞ്ഞു, മനീഷ വളരെ നല്ലൊരു വേഷമാണിത്, ബിന്ദു പണിക്കർ ചേച്ചിക്ക് വേണ്ടി വെച്ചിരുന്നൊരു വേഷമാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ മനസ്സിൽ ബിന്ദു ചേച്ചിയുടെ ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തൊക്കെയോ ടെക്നിക്കൽ എറേഴ്സ് കാരണം ബിന്ദു ചേച്ചിക്ക്, അതെൻ്റെ ഭാഗ്യം, ദൈവാനുഗ്രഹം എനിക്കാണ് അന്നുണ്ടായത്, ബിന്ദു ചേച്ചിക്ക് ഈ പടത്തിൽ വന്ന് അഭിനയിക്കാനുള്ളൊരു അവസരം ഉണ്ടായില്ല. അപ്പോൾ നാദി പറഞ്ഞു, ഇത് ബിന്ദു പണിക്കറിന് വേണ്ടി വെച്ചിരിക്കുന്ന വേഷമാണ്, മനീഷ നീ ഉത്തരവാദിത്വത്തോടു കൂടി വന്ന് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഈ പടത്തിൽ ജോയിൻ ചെയ്യണമെന്ന്. എനിക്ക് വന്നൊരു സന്തോഷം. നായികയുടെ അമ്മയായിട്ടാണ്, മുഴുനീള കഥാപാത്രമാണ്, പോസ്റ്ററിൽ പടം വരിക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് നാദിർഷ എനിക്ക് വെച്ച് നീട്ടിയത്. അത് മാത്രമല്ല അഷ്റഫ് ജിയും നാദിർഷയും എനിക്ക് തന്നൊരു സപ്പോർട്ട്. കാരണം സുജിത്ത് വാസുദേവും ഉറപ്പായിട്ടും, കാരണം ഈ ഒരു ഡിസ്കഷൻ അവിടെ വന്നപ്പോൾ എന്തുകൊണ്ട് മനീഷയെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ വളരെ ബോൾഡായിട്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഈ ക്യാരക്ടർ ഏൽപ്പിച്ച് തന്ന ഒരാളാണ് നാദിർഷ. അപ്പോൾ തീർച്ചയായിട്ടും 2026 ഇറങ്ങുന്ന ഈ ഒരു ചിത്രത്തിൽ മനീഷ എന്ന് പറയുന്ന ഒരു ആക്ട്രസിന് കിട്ടുന്ന വലിയൊരു അംഗീകാരം കൂടിയാണ് മാജിക് മഷ്റൂം എന്ന് പറയുന്ന പടം.